ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം 500 സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് us. എൻ്റെ ഈ ജേർണിയിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇൻഷാല്ല എത്രയും പെട്ടെന്ന് 1000 കൂടി ആവട്ടെ. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. എന്നിട്ട് നമുക്ക് തമ്മനയിലുള്ള ഒരു കാര്യത്തിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഈസി റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം ഈ കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചിക്കന് ഇങ്ങനെ ക്യൂബായി കട്ട് ചെയ്ത ശേഷം അതിലോട്ട് സോയാ സോസും മാഗി ക്യൂബ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ സെയിം പാനിലോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ കാര്യത്തിലോട്ട് ആദ്യം കടക്കാം. അപ്പോൾ ഫണ്ട് വന്നത് 500 സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷം എനിക്ക് എന്താണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചിട്ടാണ്. ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് സന്തോഷം കിട്ടിയെന്നല്ലാണ്ട് വേറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ 4K വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് മോണിറ്റൈസ് ആവൂ. അതിന് ശേഷം എന്താണ് സംഭവിക്കാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ എനിക്ക് എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസ് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം. ഇതിലിറങ്ങി കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് ഡെയിലി വ്ളോഗ് ഇടാറില്ല, ഷോർട്സ് ഇടാറില്ല. എന്നാലും ഇനി മാക്സിമം ഞാൻ അങ്ങനെ ഇടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എഗെയിൻ നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് കടക്കാം. ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതൊരു 70% വേവിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചു. ഇല്ലെങ്കിൽ ഓവർ കുക്ക്ഡായാൽ ഫ്രൈഡ് റൈസിന് വലിയ രസം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ ക്യാരറ്റും ബീൻസൊക്കെ സോയാ സോസ് മാഗി ക്യൂബ് ഇട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുത്ത ശേഷം അതിലോട്ട് റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ്. കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിന്. അപ്പം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എനിക്ക് എന്നൊരു കോമ്പിനേഷനായിട്ട് എടുക്കാനിഷ്ടം ഡ്രാഗൺ ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഡ്രാഗൺ ചിക്കനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.